അച്ഛാ 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 എന്ത് എന്തുപറ്റി? ഒന്നും പറ്റില്ല, നല്ല സുഖം. അതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു. കുറച്ചുകൂടി കിടന്നാ ചൂടെടുക്കത്തില്ലേ? നിനക്ക് ബന്ധം വേണം, ഞങ്ങളുടെ ഇങ്ങനെ പോ. ചോദ്യം ചോദിക്കാൻ എന്തടി? ആ അച്ഛൻ കിടക്കണ അച്ഛ. എന്താ കിടക്കണേ? എന്താടാ എനിക്ക് കിടന്നുകൂടെ? ഈ കിടപ്പിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. അകത്ത് കുട്ടുമാമനെ പുതച്ചു മൂടി കിടക്കുന്ന കൊതി കൊണ്ട് കിടക്കുക. 19 വയസ്സായി. കുട്ടുമാമൻ പുതച്ച് മൂടി കിടക്കാൻ കണ്ടപ്പോ എനിക്ക് കൊതി. കൊള്ളാം. എന്തോന്നേട്ടാ ഇവിടെ മൂടി പൊറിച്ച് കിടക്കണ? എണീക്ക് അങ്ങോട്ട്. എന്നെ എണീപ്പിക്കാൻ എല്ലാവർക്കും എന്തൊരു താല്പര്യം. ചേട്ടന്റെ പ്രശ്നം എന്താ? ചേട്ടന് പ്രശ്നം എന്താണെന്നാ? എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ പോകണ്ടോ? നിങ്ങളെല്ലാരും വയ്ക്കോ, ഞാൻ നിന്നോളാം. പിന്നെ ഈ ഏരിയ കണ്ടുപോലെ പോച്ചേ. എന്താ സൈറ്റിലൊന്നും പോണില്ലേ? ഇപ്പൊ സത്യമേശ്വരി എഞ്ചിനീയറിനെ വിളിച്ച് നമ്മളെന്തിനു പറയണം? സൈറ്റിൽ പോകില്ല. അതാടാ ഈ കിടപ്പ് കണ്ടിട്ട് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ പോടാ കാശു. അച്ഛന് ഈടായിട്ട് നല്ല മടിയാണ്, നല്ല മടി. കൊച്ചേ, തിരക്ക് 2 ദിവസം അവധി കിട്ടുമ്പോൾ ചെന്നൈ എന്തിരിഞ്ഞ് തള്ളിക്കൊണ്ട് പറഞ്ഞത്? തിരക്ക് അവിടെ അങ്ങ് നിന്നാ പോരായിരുന്നു. എന്ത് പിള്ളേരാ നിങ്ങളോട് വന്ന് നിൽക്കണേ? അന്ന് റാണി. ഓഹോ, ഇവിടെ നിന്ന് കിടന്നാ? ഇവിടുന്ന് കിടന്നാടാ, പിന്നെ എങ്ങനെ കിടക്കണം? നിങ്ങളെന്ത് ഇവിടെ വന്ന് നിൽക്കണ ഇങ്ങനെ? വേറെ പണിയില്ലേ പിള്ളേര് നിങ്ങക്ക്? ബാലേ, എന്തിവിടെ വന്ന് ഇങ്ങനെ കിടക്കണത്? എടീ എനിക്ക് വയ്യടി. പയ്യെന്നാ? നിങ്ങളല്ലേ കുറച്ചു മുന്നല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയത്? നിങ്ങള് അങ്ങനെ എനർജി ആയിട്ട് നിൽക്കണ്, എനിക്കൊരു കുഴപ്പമില്ലെന്ന്, ഭയങ്കര സ്മാർട്ടാണെന്നൊക്കെ. അയ്യോ, അത് നീ സീരിയസ് ആയിട്ട് എടുത്താ? പിന്നില്ലാണ്ട് കാഴ്ചകൾ കാണാതിരിക്കാതെ കണ്ടു പോട്. ബാലു, നിങ്ങക്ക് കുട്ടിക്കളി ഇച്ചിരി കൂടുതലാണേ. അപ്പാ, ഒരു ദിവസം നേരത്തെ എന്നെ വിളിക്കണേ. എവിടെയാ? നെയ്റ്റിങ്ങിലാണോ അച്ഛാ? നെയ്യാറ്റിങ്ങരല്ല, കാലത്തെ വായിൽ. എന്തൊക്കെയാണ് ഈ പിള്ളേരുടെ അടുത്ത് പറയണ ബാലു? എനിക്ക് വയ്യടി. തുമ്പി വിറച്ച് ചുമച്ച് ആരും മൈൻഡ് ചെയ്തില്ല. ദുഷ്ടക്കൂട്ടങ്ങള് അടുത്തൊരുത്ത കുരച്ചോണ്ട് വരെയാണ്. നീ എന്തിനാ എഴുന്നേറ്റ് വന്ന ഇപ്പൊ? പനി പറഞ്ഞാ? കുറവില്ല. അവിടെ എത്ര നേരം ഒറ്റയ്ക്ക്? എന്തള്ളിയാ വയ്യടാ ശ്രീകുട്ട? അളിയ എന്തൊരു കുഴപ്പം? എന്തൊരു കുഴപ്പം എന്താ? എടാ പരിച്ചെറിയ ചുമച്ച് തുമ്മി വിറച്ചിരിക്കണ എൻ്റെ അടുത്ത് എന്തൊരു കുഴപ്പം എന്താ? എൻ്റെ കുഴപ്പം നിനക്ക് മനസ്സിലായില്ലേടാ? എടാ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി എന്ന് പറയണ ദുഷ്ടക്കൂട്ടങ്ങളെ. നല്ല പനിയുണ്ട്, നോക്കട്ട്. അതുവഴിയാടാ പനി തുള്ളണ പോയിട്ട് തണുക്കണ്. അടി കൂടെ കൈയിട്ട് തുള്ളിട്ട് പനി നോക്കണം. ചൂടുണ്ട്, പക്ഷെ ഇത് ആരുടെ ചൂടെന്ന് പറയാൻ പറ്റൂല. അളിയ തിരിച്ചറിയ കാർഡ് എടുത്ത് നോക്ക്, അപ്പൊ അറിയാം ആരെയാണെന്ന്. ഞാൻ നോക്കട്ടെ. അയ്യോ അമ്മ തെളിക്കുന്നു. പനിയുണ്ടോ? ഞാൻ നോക്കട്ടെ. ചേച്ചി നല്ല പനിയുണ്ട് കേട്ടാ. അയ്യോ, അല്ല എനിക്കറിയാൻ പാടില്ലാത്തോടെ ഞാൻ ചോദിക്കുകയാണ്. പനിക്കുണ്ടടാ വിവേചനം? 2 പേർക്ക് പനി വന്നു. നിന്റെ പനിക്ക് ജനശ്രദ്ധ ആകർഷിച്ചു, എന്നെ തഴഞ്ഞു. ചേച്ചി ഒരു കാര്യം ചെയ്യാം, രണ്ടുപേരെയും കൊണ്ട് ആശുപത്രി കൊണ്ടുപോവാ. അല്ലെങ്കിൽ ഈ വീരവാദം മുഴക്കണവർ ഇങ്ങനെ തന്നെ. ഒരു പനി വന്നാ തീർന്നു. ബാലു നോക്കട്ടെ. അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. ബാലു, ഇതെന്തോന്ന് ഇത്രയും പനിയും വെച്ചിട്ടിരുന്നത്? നിങ്ങള് പറഞ്ഞുവിടായിരുന്ന പനിയാണെന്ന്? ഇതിപ്പോ ഞാൻ ഇവന്റെ പുറകെ നടന്നപ്പോ ബാലുവിനെ ശ്രദ്ധിച്ചില്ല. എപ്പോഴും ഈ തമാശ കാണിക്കലല്ലേ പതിവ്. അപ്പൊ നമ്മൾ വിചാരിക്കാൻ തമാശയാണെന്ന് വിചാരിച്ച്. എടാ നല്ല പനിയുണ്ടടാ അച്ഛന്. അച്ഛൻ എന്തരച്ചത്? ഇതാണ് ഞാൻ പറയണത്, നിങ്ങൾ തമാശ ഇത്തിരി കൂടുതലാണ്. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് എന്തായാലും വന്നാൽ പോലും ശ്രദ്ധിക്കൂല. ഈ പുലി വരുന്നേന്ന് പറഞ്ഞ് അവസാനം പുലി വന്നപ്പോ ആരും എടാ പുലി പറഞ്ഞത് നല്ലല്ലടാ. പനി പറഞ്ഞേ പനി പറഞ്ഞതിലടാ. ആരോട് പറയാൻ, ആര് കേക്കാൻ?